ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം രാവിലെ ആരും എണീറ്റിട്ടില്ല. ഞാൻ തന്നെ എണീറ്റുള്ളൂ കേട്ടോ. ശനിയാഴ്ച ദിവസത്തെ വീഡിയോ കേട്ടോ. ഇവിടെ മിക്കപ്പോഴും രാവിലെ ഞാൻ തന്നെയാണ് എണീക്കുന്നത്. അപ്പം ഇന്ന് എല്ലാവരെയൊക്കെ കണ്ണൻ ഇന്ന് 10:30 ആകുമ്പോഴേ ട്യൂഷന്. അച്ഛനും 10:45 അച്ഛനും സ്കൂളിൽ പോകണം. അവർക്ക് NSSൻ്റെ ഏതൊക്കെ പരിപാടിയുണ്ട്. ക്യാമ്പിൻ്റെ ഏതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. അതിന് പോകണം. അപ്പോൾ ഞാൻ രാവിലെ അച്ഛനെയും കണ്ണനെയൊക്കെ വിളിക്കാനായിട്ട് മുകളിലോട്ട് കയറുവാണേ. എണീറ്റോ? എന്നാ എന്നാ നിന്നെയല്ല അവനെയും വിളിക്കാൻ വന്നാ? തൊണ്ടയ്ക്ക് വലിയ വേദനയൊന്നുമില്ല. എത്രയും നാളും വെളുപ്പിന് എണീച്ചിട്ട് എനിക്കും ഉണ്ട് തൊണ്ടയ്ക്ക് ചെറിയൊരിത്. ഡി 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 എന്റെ ഇവിള് കിടക്കാൻ പോകുന്നു. പിന്നെ രണ്ടുപേരും കട്ടിലൊക്കെ അകത്തിയിട്ടാണ് നടക്കുന്നേ. പെണ്ണെ ഇനിയിരുപ്പാ ബാടി കൊച്ചു മുടി കിടക്കണ്ട, ഞാൻ വലിച്ചെണീപ്പിക്കും. കണ്ണോ കണ്ണേട്ടോ കണ്ണേട്ടാ, ചേട്ടൻ എണീക്കുമൊന്ന് ബാട, എണീറ്റ് വേണം ബാ. പിള്ളേരെ എണീറ്റ് നേരം വെളുത്ത് എണീറ്റ്. ഞാനിപ്പോ എണീറ്റില്ല അച്ചു. അവര് പതി എണീറ്റാ പോലെ. ആറ്റില് നാളെപ്പ നിനക്ക് ഇത് കൊറേ ദിവസമായില്ലേ ഈ പനി? ട്യൂഷൻ 10:30. ബാടി എണീറ്റ് വാടി ബാ. നിങ്ങൾ എണീറ്റ് വന്നാലേ ഒരു രസമുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇരുന്നിട്ട് ഒരു രസമില്ല. ബാ വേണ്ട, നാളെ ഞായറാഴ്ച, നാളെ കിടന്നുറങ്ങിക്കോ. വാടാ കൊച്ചി, എണീറ്റ് വാടാ. ആ അവൻ എണീറ്റിട്ട് എന്നെ പിടിച്ച് വലിക്കില്ല. ഞാൻ അച്ഛൻ എന്നെ പിടിച്ച് വലിക്കില്ല. ഞാൻ കിടക്കുന്നില്ല. എനിക്ക് എൻ്റെ ഉറക്കമൊക്കെ പോയി. 5 മിനിറ്റ് ഒന്നുമില്ല, എനിക്ക് അടുക്കള പണിയുണ്ട്. നല്ല മഞ്ഞ. അങ്ങനൊന്നുമില്ല. കണ്ണൻ്റെ കൂടെ നിൻ്റെ കൂടെ ഒന്നുമില്ല. എനിക്ക് സമയമില്ല അച്ഛൻ, എനിക്ക് അടുക്കള ജോലിയുണ്ട്. എന്തോ അച്ഛൻ വിളിക്കുന്നു, ഞാൻ പോവാ. ഓർക്കുന്നില്ല വാച്ചട്ടോ. ഇത് ചെറിയ നിക്കറൊന്നും നിനക്ക് കിട്ടിയില്ലടാ ഇടാനായിട്ട്? അച്ചു രാവിലെ എണീറ്റോണ്ടിരുന്നത്. ആരും പാവത്തിൻ്റെ വിരവ് കണ്ടോ? ഇച്ചിരി കഴിയണ ഇത് പൊലിയാകും. ചേട്ടനും പിള്ളേരും കൂടെ രാവിലെ കട്ടൻ കാപ്പി കുടിച്ചേച്ച് അച്ഛൻ്റെ അടുത്തോട്ട് കുടുംബത്തോട്ട് പോയി. അപ്പോൾ അവധിയുള്ള ദിവസങ്ങളിൽ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. ഇല്ലെങ്കിൽ ചേട്ടൻ തന്നെയാണ് രാവിലെ പോകുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് വേഴാമ്പലാണ്. വേഴാമ്പൽ ഇതിന് മുന്നേ ഒരു ദിവസം വീഡിയോയിലൂടെ കാണിച്ചതാണ്. അപ്പോൾ നേരത്തെ അപ്പുറത്തെല്ലാം ഗ്ലാസ്സിലായിരുന്നു ഇത് കൊത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഇവിടോട്ടായിട്ട് ഒന്ന് ഫ്രണ്ടിലോട്ടായിട്ടുണ്ട്. എനിക്കിന്ന് ഈ ചുണ്ടിന് കളറുള്ളതാണും മറ്റേത് പെണ്ണുമാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരുമാതിരി വെള്ള ചുണ്ടുള്ളത്. ഇതിങ്ങളിങ്ങനെ സീസൺ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ട്. ഇത് ജനലിൻ്റെ ഗ്ലാസ്സിൽ ഇവരുടെ രൂപം കാണും. അപ്പോൾ ഈ വേഴാമ്പലിന് ഈ വേറൊരു വേഴാമ്പൽ ഇതിനെ വരരുന്നു അങ്ങനെയുണ്ട്. ഇത് ഇവരിണകൾ മാത്രമേ ഉള്ളടത്ത് കാണുള്ളൂ അങ്ങനെ ഇങ്ങനെ അതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിതിൻ്റെ പരിപാടിയൊന്നും അറിയത്തില്ല പറയാനായിട്ട്. അപ്പം കണ്ടോ, ഇത് കൊത്തുന്ന സൗണ്ട് കേട്ടോ. ഇതാണ് ഇതിവിടെ കാണിക്കുന്ന പരിപാടി. വന്നിച്ച് ഈ ഗ്ലാസ്സിൽ ഈ കൊത്താണ് കൊത്തുന്നത്. എങ്ങനെ ഗ്ലാസ് പൊട്ടാതിരിക്കും? അപ്പം ഇതിൻ്റെ രൂപം കണ്ടിട്ടാണ് ഇത് വന്ന് കൊത്തുന്നത്. അപ്പോൾ അപ്പുറത്തല്ല, ഇവിടെ നേരത്തെ ട്രാവലർ കിടക്കുന്നുണ്ട്. ഇതിന് ഇവിടെ വലിയ ശല്യമില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ വണ്ടി ഇവിടുന്ന് മാറ്റിയിട്ടപ്പോഴത്തേക്ക് ഇവിടോട്ട് വന്നിപ്പോൾ ഭയങ്കര ശല്യമാണ്. അത് കഴിഞ്ഞേച്ച് വന്ന് കുറച്ച് നേരം കൊത്തി വെച്ച് ഞാൻ ഇതിനെ ഓടിച്ചു വിടും. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ വരും. അങ്ങനെയാണ്. ഞാൻ അടുക്കള ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ അടുത്തോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി രാവിലത്തെ കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇച്ചിരി ദൂരോട്ട് അങ്ങ് ഓടിച്ചു വിട്ടു കേട്ടോ. ഇനി അതിപ്പോൾ ഉടനെ വരികയെല്ലാം തോന്നും. അപ്പോൾ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുന്നതിന് മുമ്പും വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒന്നിന് പുറത്ത് ഒന്നായിട്ടൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവർക്കൂടെ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഒന്നിന് പുറത്തായിട്ട് അങ്ങനെ എടുക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയാനും പറ്റും കേട്ടോ. ഒത്തിരി നമ്മൾ ഈ ഓരോന്ന് വീതം ഉണ്ടാക്കി വയ്ക്കുന്നതിനേക്കാൾ എളുപ്പം പെട്ടെന്ന് ഒന്നിച്ച് കുറേ ഉണ്ടാക്കി കിട്ടും. ഇപ്പം ഇതിലിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വേവിച്ചെടുത്തേച്ച് ഇത് പിന്നെ ചെയ്യുന്നത് ഗ്യാസ് വെച്ച് തന്നെ തീ വെച്ച് പൊള്ളിച്ചാണ് എടുക്കുന്നത്.
അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അപ്പം ചപ്പാത്തിയൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കിഴങ്ങ് കറിയാണ് വെച്ചത് ചപ്പാത്തിയുടെ കൂടെ. അത് കിഴങ്ങ് കറിയെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചു. അപ്പം ചപ്പാത്തി ഞാനിത് കൊണ്ട് തീ വെച്ച് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ ചേർത്ത് ഞാൻ മാവ് കുഴയ്ക്കാറുമില്ല. കല്ല് വെച്ച് ഉണ്ടാക്കുമ്പോഴും എണ്ണ ചേർക്കാറില്ല. ശകലം പോലും എണ്ണ ചേർക്കാതാണ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ചപ്പാത്തിയൊക്കെ തീയിലിട്ട് പൊള്ളിച്ച് നമ്മളിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ചപ്പാത്തി ഇങ്ങനെ പൊള്ളിച്ചെടുക്കാമെങ്കിൽ തണുത്താലും നമുക്ക് അത്ര വലിയ കട്ടിയോ അങ്ങനെയൊന്നുമില്ല. നല്ല പഞ്ഞി പോലെ ഇത് പൊള്ളി വരും, നല്ലപോലെ പൊള്ളി വരുന്നതുകൊണ്ടുണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ തന്നെ അവരെല്ലാം വന്നു. ഇത് സാധാരണ ഗോതമ്പ് പൊടി കേട്ടോ, അല്ലാതെ ആശീർവാദിൻ്റെയോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ലൂസ് പൊടിയില്ലേ, ആട്ട എന്നൊക്കെ പറയത്തില്ല, അതാണ് സംഭവം. അല്ലാതെ ആശീർവാദിൻ്റെയോ ഒന്നിൻ്റെയും പൊടിയല്ല, സാധാ ഗോതമ്പ് പൊടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചിലർ വിചാരിക്കും ആശീർവാദിൻ്റെ പൊടിയൊക്കെ ഇട്ടുണ്ടാക്കിയാൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. ഇല്ല, നെയ്തിട്ടുണ്ടാക്കിയാൽ ഇങ്ങനെ വരും കേട്ടോ, നല്ലതായിട്ട് കിട്ടും. അപ്പം ചപ്പാത്തി എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇനി എല്ലാവർക്കും കഴിക്കാനും ഒക്കെ കൊടുക്കാനായിട്ട് തുടങ്ങുവാണ്. രാവിലത്തെ കാപ്പിപ്പൊടിയെല്ലാം കഴിഞ്ഞിട്ട് കണ്ണന് പോകണം. നേരത്തെ കണ്ണൻ കാപ്പി കുടിച്ചേച്ച് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് കണ്ണൻ വരും. അപ്പോൾ അച്ചുവിന് ഫുഡ് കൊണ്ടുപോകണം. ഉച്ച കഴിഞ്ഞുകൊണ്ട് 2 മണിയൊക്കെ കഴിയുമെന്ന് പറഞ്ഞു അവരുടെ മീറ്റിംഗ് ഒക്കെ തീരുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് അച്ചു ഇനി പോകാനായിട്ട് തുടങ്ങണം. കണ്ണൻ പോയി. ഒന്നും എടുക്കാനില്ല, നീ ഒന്ന് പോകുമോ? ഗേറ്റ് അങ്ങ് ചാരിട്ട് പോണേ. ഒരു പാള് ചാരിട്ട് പോയാൽ മതി. അമ്മ തന്നെയുള്ളൂ ഇവിടെ. സ്കൂട്ടറില്ലാതെ ഞാനിങ്ങനെ കൊണ്ടുവിടും പറ. പിന്നെ എവിടെ എവിടെ കത്തി കിടക്കുന്നു? അച്ഛനാണോ? അല്ല. ആ ആ ഇന്നും മത്തിയാണ് കിട്ടിയത്. അപ്പം മത്തി കുറച്ച് ഞാൻ പീര വെക്കാണ്ട് ഇനി ബാക്കി വെട്ടാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പീര വെക്കാനായിട്ട് ഇത് നമ്മുടെ ഉണ്ടമുളകാണ് കേട്ടോ. ഈ പീര വെക്കുന്നതിനകത്ത് ഉണ്ടമുളക് ഇടാമെങ്കിൽ ഒരു പ്രത്യേക മണവും പ്രത്യേക രുചിയുമാണ്. ഞാൻ പച്ചമുളക്, ഉണ്ടമുളക് ഉണ്ടെങ്കിൽ കഴിവതും ഉണ്ടമുളക് എടുത്തോളൂ, ഇല്ലെങ്കിൽ പച്ചമുളക് ഇടുന്നത്. നമ്മുടെ ചോറ് വെന്തില്ല, ചോറ് വെച്ചതിനും കൂടെ ഒന്ന് വേഗമുണ്ട്. ചോറ് അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് മീൻ വെക്കാമെന്ന് വിചാരിച്ചു. മീൻ പീരയൊക്കെ വെന്തു. ഇനി ഇതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചുകൊണ്ട്, കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ഇടുന്നില്ല. കറിവേപ്പില ഉണ്ട്, അങ്ങ് താഴെ ഇറങ്ങിപ്പോണം. അതുകൊണ്ട് മീൻ പീര റെഡിയായി. ഇനി അത് ഇങ്ങോട്ട് മാറ്റി വെച്ചേച്ച് ചോറും കറി എടുത്ത് ഇങ്ങോട്ട് വെക്കണം. മീൻപേര എല്ലാം സെറ്റായി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി പൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് മെഴുക്കുവരട്ടി വെക്കാനായിട്ടാണ്. അപ്പോൾ അതിന് മെഴുക്കുവരട്ടി വെക്കാണ്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണക്കമുളകും പിന്നെ ചതച്ച് മിക്സിയിലിട്ട് നല്ലപോലെ ചതച്ചെടുത്തേച്ച് അതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് എണ്ണയിലിട്ട് നല്ലപോലെ കടുക് ഇട്ടേച്ച് എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പയറും കൂടെ ചേർക്കണം ചെയ്യുന്നത്. ഇവിടെ ഇത് അച്ഛനും കണ്ണനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുരുമുളകിൻ്റെ എരിവും വെളുത്തുള്ളിയുടെ ടേസ്റ്റും ഒക്കെ. അപ്പോൾ ഇങ്ങനെ പയർ ഇച്ചിരി മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ നമ്മുടെ പതിവ് രസമാണ് പിന്നെ ഉണ്ടാക്കിയത്. രസവും പിന്നെ മീൻ വറുത്തതുമായിരുന്നു ഇന്ന് ഉച്ചയ്ക്കത്തെ. കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചു വിളിച്ചു കൊണ്ടുവരാൻ വരാമോ എന്ന് ചോദിച്ചു. മടിച്ച് കോത നടന്നു വരുന്ന കേട്ടോ. എന്ന് ഇവക്ക് ഞങ്ങൾ വിളിക്കാൻ വരണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ തന്നെ നടന്നു വന്ന്. ഇവിടെ കൂടെയുള്ള പിള്ളേരെല്ലാം തന്നെ നടന്നു പോയി, ഇവള് മാത്രം വരുന്ന കേട്ടോ. ആർക്കും വയ്യായിരുന്നു? ആര് പറഞ്ഞു? ഭയങ്കര തലവേദനയാ. പൊടി ആരാ പറഞ്ഞ പനിയാന്ന്? ഇതുവഴി പോകാം. അവിടെ അമ്പലത്തിൻ്റെ അവിടെ കാട് കിട്ടും, അത് തെറിക്കുന്നുണ്ട്. അങ്ങനെ മടിച്ചക്കോസ വീട്ടിൽ കൊണ്ടുവന്നു. മടിച്ചക്കോസ വിശക്കുന്നുണ്ടോ? ചോറും മീൻ വറുത്തതും പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട കൂട്ട് പയറ് മെഴുക്കുവരട്ടിയുണ്ട്. വൻപയർ കുരുമുളകും ഉള്ളി വെളുത്തുള്ളിയും ഒക്കെ ഇട്ടോളെ. ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ടെല്ലാം, എടുത്ത് കഴിച്ചിട്ടേ. ഇതുപോലെ തന്നെ മൂടി വെച്ചേക്കണമല്ലോ. മീൻ അടുക്കള ഇരിപ്പുണ്ടേ. മത്തി. എടി നിനക്ക് വല്ലാതെ വിശക്കുന്നൊന്നും പറഞ്ഞില്ലേ നീ വന്നത്? അതാ വേസ്റ്റ് ബക്കറ്റ് ഇട്ടേര്. ഇവിടെ കിടന്നടിയും വഴക്കം വെള്ളം ഉണ്ടാക്കലും നല്ല അടിയാൻ വെച്ചാൽ മര്യാദയ്ക്ക് ഇരുന്നോണം.
ഞാൻ പോവാം. ഉച്ചയ്ക്ക് ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങത്തൊന്നുമില്ല, ചുമ്മാ ഇച്ചിരി നിന്ന് കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക്. അപ്പം അതെല്ലാം കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ എന്നാൽ കുളിക്കാൻ നിൽക്കുക വിചാരിച്ചപ്പോഴത്തേക്ക് അച്ഛന് അന്നേരം ചോറ് വേണം. അപ്പോൾ ചോറൊക്കെ ഞാൻ വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ പദം പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് വയ്യ, എനിക്കാരും വാരി തരാനില്ല, കണ്ണനാണ് ഇപ്പോൾ വാരി കൊടുത്തേനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്നെല്ലാം പറഞ്ഞിട്ടിരിക്കുക. അന്നേരം പിന്നെ ഓർത്ത് എന്താ അവൾക്കൂടെ ചോറ് വാരി കൊടുക്കാൻ ചെടി കുളിക്കാൻ പോകുന്നു വിചാരിച്ചുകൊണ്ട് അച്ഛന് ചോറ് വാരി കൊടുക്കുകയാണ്. അപ്പം അച്ഛനും കണ്ണനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ചോറൊക്കെ വാരി കൊടുക്കുന്നത്. മക്കൾ എത്ര വളർന്നാലും അവർ നമുക്ക് കുഞ്ഞുങ്ങളല്ലേ, അവരെത്ര വളർന്നാലും നമുക്ക് അവർ കുഞ്ഞുങ്ങളാണ്, അവർക്ക് വാരി കൊടുക്കുകയെല്ലാം ചെയ്യും. ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞ തുണികളെല്ലാം കൂടുതലും ഞാൻ തന്നെയാണ് കഴുകുന്നത്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും, ഇല്ലെന്നല്ല, എന്നാലും ഇവർ നമുക്ക് എത്ര വളർന്നാലും കുഞ്ഞുങ്ങളായിട്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ളൂ. അപ്പം അങ്ങനെ അച്ഛന് പയറും മീൻ വറുത്തതും എല്ലാം കൂട്ടി ചോറൊക്കെ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണനാണ് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം കടം പറഞ്ഞ് തെളിവിനായിട്ട് വെക്കണമോ, ഇനി ഇവള് പറയല്ലേ അമ്മ ഇവൾക്ക് വാരി കൊടുത്തിട്ടില്ല എന്ന് പറയല്ലെന്ന് പറയും. എത്ര വാരി കൊടുത്താലും ഉണ്ടല്ലോ പിന്നെയും ചോറെടുക്കുമ്പോൾ എനിക്ക് ഇന്ന് വരെ ആരും വാരി തന്നിട്ടില്ല, ആരെങ്കിലും എനിക്കൊന്ന് വാരി തന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറയും. അത് ഞാൻ വാരി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്നത്. അപ്പം ചോറെല്ലാം വാരി കൊടുത്ത് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞേച്ച് വന്നിട്ടുള്ള വീഡിയോസൊക്കെയാണ്. വിക്സ് മുട്ട എടുത്ത് കൈ പിടിച്ചുകൊണ്ടോ കണ്ണമ്മൻ കുട്ടിനിക്കറൊക്കെ ഇട്ടിരുന്ന് പഠിക്കുക. എന്നതിനാണ് അവരോട് വഴക്കുണ്ടാക്കുന്നേ? രോമാഞ്ചമായോ? രോമാഞ്ചം അടങ്ങിയിരിക്കെ എന്തി കയ്യില് രോമാഞ്ചം. അയ്യോ ഇടയ്ക്കൊന്ന് കണ്ടായിരുന്നു, പിന്നെ പോയി രോമാഞ്ചം. പിന്നെ ഇക്കളിട്ടപ്പോഴേ ഇരിക്കരോ വന്നില്ലല്ലോ. കണ്ണമ്മോന്റെ രോമാഞ്ചൊക്കെ പോയി. നിന്റെ ബുക്ക് പോയിട്ട് വന്നോ? എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ കൂടെ. യോ പാട്ട് തെറ്റിപ്പോയി. നിന്നു പിണങ്ങാതെ കൂടെ പൂവേ. യോ അങ്ങനാണോ? മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനെ ഉറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൻ മണിത്തത്തെ ഉറങ്ങിയില്ലേ. മര്യാദക്കിരിക്കെ. കണ്ണ ഒന്ന് പഠിക്കണം. ആ പാട്ട് എങ്ങനെ പറഞ്ഞത്? മാനത്തെ അങ്ങനെയല്ല, ആദ്യം എങ്ങനെയായിരുന്നു? അത് ഈ ട്യൂൺ ഞാനങ്ങ് വിട്ടു എന്ന് പറഞ്ഞത്. ഒന്ന് പാടിയത് എനിക്ക് പാടാൻ പറ്റൂല. എന്നിട്ട് ഒന്ന് പാടറേ. വൃത്തിക്കൊക്കെ എഴുതി കാണാ ബുക്കിൽ വലിച്ചുവാരി എഴുതുന്നല്ലേ, അത് വൃത്തിക്ക് എഴുത്. മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനെ ഉറങ്ങിയില്ലേ. കൊടി കച്ചു. അതെന്നാ തെറിച്ചു പോയത്? എന്നതാ അച്ചു നിനക്ക്? അച്ചു ഒരുമാതിരി ചൊറിച്ചിയാ, ചൊറിച്ചി. അയ്യോ എൻ്റെ ക്യാമറയ്ക്ക് ഏതാണ്ട് പറ്റി, എനിക്കത് ക്ലിയർ ആകുന്നില്ല. അയ്യോ ആ ഇപ്പൊ ശരി. ഞങ്ങള് പാവങ്ങളാടാ, ഞങ്ങളുടെ ഈ ഫോണൊക്കെ ഉള്ളൂ കേട്ടോ. ആ ഞങ്ങക്ക് വലിയ ഫോണൊന്നും മേടിക്കില്ല. നിനക്ക് കണ്ണാടിക്കോടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കൊത്തി കാഹളം പൈങ്കിളി വായോ ലഴകോരും മഞ്ഞല്ലേ. എനിക്കറിയത്തില്ലടാ, പാട്ടൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഒന്നിൻ്റെ വരികൾ അറിയില്ല. സാന്ദ്രാബാബു കണ്ണും പിഴി ചന്തം വിട്ട് കുന്തം പിഴിക്കാൻ മതിയിരിക്കുന്നുണ്ട്. ഞാൻ നോക്കി ആ അച്ഛൻ്റെ കുശിയോ പാവം എൻ്റെ അനുമോള്, അവളത് സഹിച്ച ക്ലാസ്സിൽ ഇരിക്കുന്ന കൊച്ച്. എൻ്റെ അനുമോള് പാവം ഇവിടെ പാട്ടെല്ലാം കേട്ട കൊച്ചൊരു സെണീറ്റ് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്ത്. ഞാനൊരു ദിവസം പിടിച്ചു. അതെ ഞാൻ തന്നെ സഹിക്കുന്നില്ല. ലഴകോരും മഞ്ഞല്ലേ മുളയോരം കൂടലേ ലഴകോരും മിഴിയോരം
കനവല്ലി പരീക്ഷ സമയത്തും എഴുതി തീർക്കാത്തൊരു വ്യക്തി. ഇവൻ 9ാം ക്ലാസ്സിലെ മാർച്ചിലെ പരീക്ഷ കഴിഞ്ഞ് വരുന്ന എഴുതുന്നതാണോ? അല്ല, ഇവൻ എങ്ങനെ ഇരിക്കുന്നറിയോ? 9ാം ക്ലാസ്സിലെ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഇവൻ എഴുതിക്കൊണ്ടിരിക്കും 9ാം ക്ലാസ്സിലെ നോട്ട്. ചളിയാണോ? ചളിയാണെങ്കിൽ കഴുകിക്കളഞ്ഞേര്. ചക്രവാവിൻ കൊമ്പത്ത് കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് തന്നിട്ട് ഓ പ്രിയ പ്രിയ എൻ പ്രിയ പ്രിയ, ആ പാട്ടാണ് കണ്ണന് ഏറ്റവും ഇഷ്ടം. വിക്സ് മുട്ടായി മേടിക്കേണ്ടി നിനക്ക് പറയാമായിരുന്നല്ലോ. എന്നെ പറ്റി നേരത്തെ വന്നത്? ലൈറ്റ് ഇട്ടടി. അല്ല, നേരത്തെ വരവ് കുറവാണ്. അച്ചുവിന് ചുമ, വിക്സ് മുട്ടായി വേണമായിരുന്നെന്ന്. അത് ഹാർബിക്കും ഇതൊക്കെ മേടിക്കാൻ പറഞ്ഞു വിട്ടതാ. അച്ചു അതിന്റെ കപ്പലണ്ടിയാണോടാ? അച്ചുവിന് വേണ്ടാന്ന് പറഞ്ഞ് കപ്പലണ്ടി. എന്റെ പനയൊക്കെ ഉണങ്ങി നിക്കുന്ന കണ്ടോ. എടാ ഗേറ്റ് അടച്ചേക്കാൻ. അതിനകത്ത് അതിനകത്ത് പൂവൊക്കെ പറിച്ചിരുന്നേ. അതിപ്പോ 2 ദിവസം കൊണ്ട് കിടന്ന് കറുത്ത് കിടക്കത്തില്ലേ കരിഞ്ഞിട്ട്? വേണ്ട, ഇതെല്ലാം കരിഞ്ഞ് കറുപ്പ് കളറൊക്കെ ആയി. പക്ഷെ കുഴപ്പമില്ല. ഇത് കണ്ടു, ഇത് മാത്രം പച്ചക്ക് നിൽക്കുന്നതാണ്. ഞാൻ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു. അതിനോ? എല്ലാത്തിനും. വെറുതെ അല്ല എല്ലാം കരിഞ്ഞു പോയത്. നീ വെള്ളം ഒഴിച്ചിട്ടാ. കണ്ണോ പെട്ടെന്ന് പോര്, ഇരട്ടാ. ഉമ്പാക്കി പിടിച്ചോണ്ടു. കപ്പലണ്ടി തന്നെ എന്താണ്? എനിക്ക് 2 തരി. ഞാൻ 2 എടുത്തു. 2 അപ്പൊ 2 തന്നു. 3 താ. ഉണ്ടോ? ഞാൻ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. 2 ചേച്ചി 2 പിന്നെ മൊത്തം എന്താ? അന്നേരം പിന്നെ മുഴുവൻ തരുമല്ലോ. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. ഒരുമാതിരി കാക്കക്കൂട്ടി കല്ലെറിഞ്ഞ മാതിരി ആയിരിക്കും ഞങ്ങളുടെ വീട്ടിലെ ബഹളമൊക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാവേ. ജയ ചേച്ചി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഞാൻ ജയ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറയണമെന്ന്.